ചൈതന്യജിയുടെ പാദനമസ്കാരങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ഒപ്പം ആദ്യമായി എന്നെ ഈ ആത്മീയമായ വഴിയിലേക്ക് തിരിച്ചുവിട്ട് എൻ്റെ കൈകൾ പിടിച്ച് ഇടതും വലതുമായി നിന്ന എൻ്റെ പ്രിയ ടീച്ചർ വനജ ടീച്ചറിൻ്റെയും ആചാര്യൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്ന് ഈ നിമിഷം ഇവിടെ ഇത് പറയാൻ ആയി എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച വളരെയധികം പ്രേരണ ആദ്യം എന്നോട് ഒരുപാട് പ്രേരണകൾ തന്ന് വളരെ സ്നേഹത്തോടുകൂടി എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച് നിർബന്ധിച്ച മുകുന്ദേട്ടൻ്റെ പാദങ്ങളിലും നമസ്കരിച്ചുകൊണ്ട് ഒപ്പം ഇവിടെ ഇരിക്കുന്ന സുഹൃത്തികളായ എൻ്റെ എല്ലാ കൂട്ടുകാരും സജ്ജനങ്ങളുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യം നമുക്ക് 2-3 ധ്യാന ശ്ലോകങ്ങളിലൂടെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഓം ഗണനാം ത്വാം ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പതിം ആനശൃണ്വന്നോതിഭിസ്സീദസാദനം പ്രണോ ദേവി സരസ്വതി വാചേഭിർവാചനീവതി ദീനാമവിത്യവദോ ശ്രീ ഗണേശായ നമഃ ശ്രീ സരസ്വത്യേ നമഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗുരുർബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്നലെ ഇവിടെ തുടങ്ങിയ ഭാഗവത മഹാത്മ്യത്തോടു കൂടി തുടങ്ങിയ ഈ ജ്ഞാനയജ്ഞത്തിൻ്റെ ആദ്യ ദിവസം ഇന്ന് വളരെ ഗംഭീരമായിട്ട് എല്ലാവരും വായിച്ച് ആ പാതാരവിന്ദങ്ങൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ ആ അധ്യായം, അതായത് ഒരു അവതാരം ഓരോ ദിവസവും നമ്മൾക്ക് എടുക്കുമ്പോൾ കാണാം ഓരോ അവതാരത്തോടു കൂടിയാണ് അന്നത്തെ ആ പാരായണം നമ്മളെല്ലാം ആ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. ഇന്നത്തെ ഇവിടെ മെയിനായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ വരാഹ അവതാരമാണ് ഇന്നത്തെ വിഷയം. ആ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ എന്തെങ്കിലും 2 വാക്കുകൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു പ്രഭാഷകയോ അല്ലെങ്കിൽ ഒരു പാരായണക്കാരിയോ ആചാര്യോ ഒന്നുമല്ല. എൻ്റെ ആദ്യത്തെ ഒരു സംരംഭമാണിത്. ഇതെല്ലാം എനിക്ക് കൈവന്നിട്ടുണ്ടെങ്കിൽ ആ പരമ ഗുരുവിൻ്റെയും എൻ്റെ ആദ്യ ഗുരുക്കന്മാരുടെയും ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം. ഞാനൊരു ഉപാധിയായി, ഞാനൊന്നുമല്ല, ഞാനായിട്ടൊന്നും ഇവിടെ പറയാൻ ഇല്ല. എന്നിൽ എനിക്ക് കേട്ട ആ മഹാനുഭാവന്മാരിൽ നിന്നും കേട്ടിട്ടുള്ള ആ തത്വങ്ങളും അറിവുകളും ഞാൻ മനസ്സിലാക്കി, അതായത് ആ മനനം ചെയ്ത് ആദ്യം നമ്മളത് ശ്രവണം ചെയ്ത് മനനം ചെയ്ത് നിധിധ്യാസനം, നിധിധ്യാസനം പറഞ്ഞ് നമ്മളെ അതിലേക്ക് അല്ലാണ്ട് വെറുതെ നമ്മൾ വായിച്ച് അതര വ്യായാമം പോലെ വായിച്ചിട്ടോ അത് കേട്ട് കളഞ്ഞാലോ നമുക്കിതൊന്നും നടക്കാൻ പോകുന്നില്ല. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നല്ല പോലെ പ്രയത്നം ചെയ്യുന്ന അങ്ങനെ ഒരു അവസരത്തിൽ, അങ്ങനെ ഒരു സാന്നിധ്യത്തിലാണ് ഞാനിപ്പോ താമസിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം അതിലേക്ക് ആ ശ്രദ്ധ അങ്ങനെ കൊടുക്കാനായിട്ട്. വളരെ അധികമൊന്നുമില്ല, കുറച്ച്
ഒരു സമുദ്രത്തിലെ ഒരു തുള്ളി പോലും നമ്മളായിട്ടില്ല. എങ്കിലും അതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്തത് കാരണം എന്തൊക്കെയോ കുറച്ച് അറിവുകൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആ അറിവുകൾ എൻ്റെതായ വാക്കുകളില് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇവിടെ പറയുകയാണ്. അതില് നിങ്ങളെല്ലാവരും അതിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും സ്നേഹത്തോടുകൂടി എന്നോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹ ആശംസകളെല്ലാം എനിക്കുണ്ടെങ്കിലേ അതെനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ സത്യത്തിൽ പറഞ്ഞ എന്നിൽ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പറയാനായിട്ട്. എങ്കിലും അത് പറഞ്ഞു വരുമ്പോൾ അതിലേക്ക് എന്തെങ്കിലും ഉള്ളിൽ പതിഞ്ഞിട്ടുള്ള ആ അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നു തരാൻ സാധിക്കുമെന്നുള്ള ഒരു ചെറിയ വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് തന്നെ. അപ്പൊ നമ്മള് ഇവിടെ ഈ ഒരു യജ്ഞം അല്ലെ, ഒരു ജ്ഞാന യജ്ഞമാണ്. അപ്പൊ നമ്മള് ശ്രീമദ് ഭാഗവതം അതിനെ കുറിച്ചൊക്കെ ആചാര്യ എല്ലാം നിങ്ങൾക്ക് ഇൻട്രഡക്ഷൻ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും എന്റേതായ ഈ വിഷയത്തിലേക്ക് വരാൻ വേണ്ടി എന്നിൽ നിന്നുള്ള ചെറിയ വാക്കുകൾ നിങ്ങളെല്ലാവരും ശ്രമിക്കണമെന്ന് പറയുകയാണ്.